കോൺഗ്രസിൽ തമ്മിലടി രൂക്ഷം. കെ.പി.സി.സി യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഡി.സി.സി അധ്യക്ഷന്മാരുടെയും കെ.പി.സി.സി ഭാരവാഹികളുടെയും യോഗത്തിൽ പങ്കെടുക്കാതെ സതീശൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചേരുകയാണ്. നൃപൻ, സതീശൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം നേരിടുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ. സതീശനെതിരെ വിവിധ സംഘടനകൾ, സാമുദായിക സംഘടനകളടക്കം വിലക്ക് ഏർപ്പെടുത്തിയൊരു സാഹചര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. NSS യോഗത്തിൽ സതീശനെ ക്ഷണിക്കാതിരിക്കുകയും അവിടെ ചെന്നിത്തല പങ്കെടുത്ത യോഗത്തിന് സമാന്തരമായി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയൊക്കെ ചെയ്തത്. ഇപ്പോൾ സുധാകരനുമായുള്ള അടിയും മൂക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും സിജു, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ കെ.പി.സി.സിയുടെ യോഗം ചേർന്നത്. അത് ഡി.സി.സി അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന യോഗമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇന്ദിരാഭവനിൽ യോഗം നിശ്ചയിച്ചിരുന്നത്. ആ 2 മണിക്ക് ശേഷം വി.ഡി. സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്ദിരാഭവനിൽ എത്തിച്ചേർന്നു. പക്ഷേ ആ സമയത്ത് കെ.പി.സി.സി അധ്യക്ഷൻ കെ. സുധാകരൻ ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയി. നേരത്തെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ തന്നെ യോഗ കൃത്യസമയത്ത് ചേരാത്തതിലും താൻ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടും യോഗം ചേരാത്ത അവസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ പെട്ടെന്ന് ഇന്ദിരാഭവനിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അദ്ദേഹത്തിന്റെ പ്രതിഷേധം നേതാക്കളെ ആ ഘട്ടത്തിൽ താൻ യോഗത്തിൽ ഇനി പങ്കെടുക്കില്ല എന്ന കാര്യം അറിയിച്ചുമില്ല. കാരണം സാധാരണ പ്രതിപക്ഷ നേതാക്കളോ മറ്റ് ജനപ്രതിനിധികളോ ഒക്കെ തന്നെ കെ.പി.സി.സി ഭാരവാഹികളോ മറ്റ് യോഗത്തിലോ പങ്കെടുക്കുകയാണെങ്കിൽ യോഗത്തിൽ വന്ന് പങ്കെടുത്ത ശേഷം ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത ശേഷം യോഗത്തോട് അനുവാദം വാങ്ങി പോവുകയും തിരിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങി വന്ന് വീണ്ടും യോഗത്തിൽ ചേരുകയും ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് സാധാരണ ചെയ്യാറുള്ളത്. അദ്ദേഹത്തിന് നിയമസഭയ്ക്കുള്ളിൽ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ജി കാർത്തികേയന്റെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. ആ പ്രകാശനം നടന്നത് ഉച്ചയ്ക്ക് 3:30 ശേഷമാണ്. ആ 2 മണിക്ക് അദ്ദേഹം യോഗത്തിനെത്തി. അതിൽ പങ്കെടുത്ത ശേഷം പ്രകാശനത്തിൽ പോകാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പുസ്തക പ്രകാശനത്തിലേക്ക് സ്ഥലത്തേക്ക് കെ.പി.സി.സി ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ച് യോഗം 7:30 വരെ നീണ്ടുപോയിട്ടും ആ യോഗത്തിലേക്ക് വി.ഡി. സതീശൻ മടങ്ങിയെത്തിയില്ല. നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാഭവനുമായും കെ.പി.സി.സി ആസ്ഥാനവുമായും നിലവിലെ നേതൃത്വവുമായും സംഘർഷവും ഉലച്ചിലുമാണ് വി.ഡി. സതീശൻ. മുതിർന്ന നേതാക്കളെല്ലാം വി.ഡി. സതീശന് എതിരായി നിൽക്കുന്നു. 2 ചേരിയായി മാറുന്നു. വി.ഡി. സതീശൻ ഒരു പക്ഷത്ത് മാത്രമായി നിൽക്കുന്നു. പല കാര്യങ്ങളിലും വി.ഡി. സതീശൻ ഈ പറയുന്ന നിലവിലുള്ള കെ.പി.സി.സി നേതൃത്വത്തിന് എതിരായ സമീപനമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഡി.സി.സി അധ്യക്ഷന്മാരെ വിളിച്ചിരുത്തി വിശദീകരിക്കുകയും പരിപാടി പ്ലാൻ ചെയ്യുകയും ചെയ്യുന്ന യോഗമാണ് ഇന്നലെ ചേർന്നത്. മാത്രമല്ല നിയമസഭാ സമ്മേളനം 17 ചേരുന്നു. സതീശൻ തന്നെ ചില അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ മുന്നോട്ട് വെച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ഡി.സി.സി അധ്യക്ഷന്മാരുടെ മുന്നിൽ ബ്രീഫ് ചെയ്യേണ്ടത് സാധാരണ പ്രതിപക്ഷ നേതാവാണ്, പാർലമെന്ററി പാർട്ടിയുടെ ലീഡറാണ്. അത് പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ളതും വി.ഡി. സതീശനാണ്. അത്തരം ഒരാൾ ഇന്ന് കെ.പി.സി.സി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റെന്തു തരത്തിലുള്ള യോഗങ്ങളുണ്ട് എങ്കിലും കെ.പി.സി.സി അധ്യക്ഷൻ വിളിക്കുന്ന പാർട്ടിയുടെ നിർണായകമായ കെ.പി.സി.സി യോഗത്തിൽ പങ്കെടുക്കാതെ വി.ഡി. സതീശൻ പിണങ്ങി ഇറങ്ങി ബഹിഷ്കരിച്ചു പോയി എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ 2 ചേരിയായി കോൺഗ്രസ് രാഷ്ട്രീയം മാറുന്നു. ചേരിപ്പോര് രൂക്ഷമാകുന്നതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ചേരി എന്നുള്ളത് തന്നെ ഇപ്പോൾ സംശയമായിരിക്കുകയാണ്. കാരണം ഓരോ ചേരികളായി നേരത്തെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ വലിയ തരത്തിലേക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, മുരളീധരൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, നിയമസഭ ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിൽ ചെന്നിത്തല തുടക്കമിടുന്നു, അതിന് പിന്നാലെ മുരളീധരൻ പ്രതികരിക്കുന്നു, വി.ഡി. സതീശൻ പല യോഗങ്ങളിൽ പങ്കെടുക്കാതെ പോകുന്നു, സുധാകരനടക്കം സതീശൻ്റെ ചില നിലപാടുകളെയും തള്ളിക്കൊണ്ട് നേരിട്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി കോൺഗ്രസിനെ കാത്തിരിക്കുന്നു എന്നത് മാത്രമല്ല, സതീശൻ കോൺഗ്രസിനുള്ളിലും പുറത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, വിവിധ ചേരികളുണ്ട് എന്ന കാര്യം പ്രധാനമാണ്. പക്ഷെ വി.ഡി. സതീശൻ ഏകപക്ഷീയമായി ഒരു വഴിക്കും പാർട്ടിയും കെ.പി.സി.സിയും മറുവഴിക്കും പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. കാരണം കെ.പി.സി.സി ആസ്ഥാനമായി ഒരു തരത്തിലുള്ള സഹകരണവും വി.ഡി. സതീശനില്ല. സംഘടനാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് സുധാകരൻ പുനഃസംഘടനയിലേക്ക് നീങ്ങിയപ്പോൾ വി.ഡി. സതീശൻ തന്നെ അതിന് ഒന്നിച്ചിരിക്കാനോ ചർച്ചകൾക്കോ തയ്യാറായില്ല. അധ്യക്ഷൻ തന്നെ മാറണമെന്ന നിലപാട് സ്വീകരിച്ചു. തുടർന്നാണ് രമേശ് ചെന്നിത്തലയും മുതിർന്ന നേതാക്കളും എല്ലാം പിന്തുണയായി സുധാകരന് പിന്തുണയുമായി എത്തിയത്. വയനാട് നടന്ന ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വി.ഡി. സതീശനും കെ. സുധാകരൻ 2 തട്ടിലാണ്, 2 നിലപാടാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കെ.പി.സി.സി ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ ഇന്നലെ തന്നെ രാവിലെ എ.കെ. ആന്റണിയും ദേശീയ നേതാക്കളും പങ്കെടുത്ത
ഗാന്ധിജി കോൺഗ്രസിന്റെ AICCയുടെ അധ്യക്ഷരായതിന്റെ 100ാം വർഷം ആചരിക്കുന്ന ഒരു വിപുലമായ പരിപാടി KPCC ആസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ എല്ലാ ജില്ലകളിൽ നിന്ന് നേതാക്കളും KPCC ഭാരവാഹികളും പങ്കെടുക്കുന്ന പരിപാടിയായിരുന്നു. AK ആന്റണി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സാത്വികനായ മുൻ KPCC പ്രസിഡന്റ് തെന്നല രാമകൃഷ്ണപിള്ള അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ തന്നെ തലസ്ഥാനത്ത് VD സതീശൻ ഉണ്ടായിരുന്നു. തലസ്ഥാനത്ത് VD സതീശന്റെ പുസ്തകോത്സവത്തിൽ ഒരു സെമിനാറിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു, പ്രഭാഷണം നടത്തി. അതിനൊക്കെ ഇടയിലാണ് ഈ യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നത്. KPCC ആസ്ഥാനത്ത് അദ്ദേഹം എത്തിയില്ല, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. 2 മണിക്ക് നിശ്ചയിച്ച യോഗത്തിൽ ഏകദേശം 2:15 അദ്ദേഹം KPCC ആസ്ഥാനത്ത് എത്തുന്നു. പക്ഷേ യോഗത്തിന്റെ സ്ഥലത്ത് K സുധാകരൻ ഇല്ല. ആ സമയത്ത് അദ്ദേഹം ഇല്ല എന്ന ഒറ്റ കാരണം പറഞ്ഞ് നേതാക്കളുമായി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താതെ VD സതീശൻ ഇറങ്ങിപ്പോകുന്നു. അപ്പോഴും KPCC ഭാരവാഹികൾ കരുതിയത് നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി G കാർത്തികേയന്റെ പുസ്തകം പ്രകാശനം കഴിഞ്ഞ ശേഷം 7:30 വരെ യോഗം തുടർന്നു. ഇത് ഏതെങ്കിലും ഘട്ടത്തിൽ VD സതീശൻ മടങ്ങി വരുമെന്നായിരുന്നു. പക്ഷേ VD സതീശൻ മടങ്ങി വന്നില്ല. ഒരു കാരണവശാലും നിലവിലുള്ള നേതൃത്വമായി സഹകരിച്ചു പോകാൻ കഴിയില്ല എന്ന നിലപാടിൽ VD സതീശൻ ഒരു വഴിക്കും KPCC ഭാരവാഹികളും മുതിർന്ന നേതാക്കളും മറുഭാഗത്തും പോകുന്നുവെന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മിഷൻ 25 മുന്നോട്ട് വെച്ചത് VD സതീശനാണ്. അത് ചർച്ച ചെയ്യാനുള്ള യോഗമാണ് ഇന്നലെ നടന്നത്. ആ യോഗത്തിൽ പോലും VD സതീശൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. സതീശൻ ഒരു വഴിക്കും KPCC മറ്റൊരു വഴിക്കും, പല നേതാക്കൾ പല വഴിക്കും. കോൺഗ്രസ് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുകയാണ്. സതീശൻ.